ഹായ് ഹലോ രാജീവ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണത് ശക്തിയാർന്നൊരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ശക്തിയാർന്നതെന്ന് പറഞ്ഞാലും പോരാ, പ്രപഞ്ചത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏഞ്ചൽ നമ്പറാണ്. അത് നമ്മൾ വിചാരിച്ച് നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. ഇത് എൻ്റെ അടുത്ത് 2-3 കുട്ടികളായി. ഒരു കുട്ടിയുടെ സങ്കടം എന്താ വെച്ചാൽ, അവൾ ഒരുപാട് ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവൾക്ക് ജോലി കിട്ടുന്നില്ല. അവൾക്ക് അതിൻ്റെ സങ്കടം. അമ്മേ, എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണേ, എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ഒരു കുട്ടിയുടെ സങ്കടവും തീരാ ദുഃഖമാണ്. അവൾക്ക് കുട്ടികളില്ല, അവൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് വർഷമായിട്ടുണ്ട്, അവൾക്ക് മക്കളില്ല. അമ്മ, എനിക്കൊരു കുട്ടി ഉണ്ടാവണം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ എന്നോട് പറയുമ്പോൾ എനിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഏഞ്ചൽ നമ്പർ തന്നെയാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. ഒരുപാട് പേർക്ക് ഇത് എഴുതി വെച്ചിട്ട് കാര്യം നടന്നിട്ടുള്ളതായിട്ട് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്കും അനുഭവം ഉണ്ട് ആ കാര്യം കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം ആദ്യമായിട്ട് പറയട്ടെ. ഈ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നെഗറ്റീവ് പറയാതിരിക്കുക എല്ലാവരും. പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. റിക്വസ്റ്റ് ആണ് കുട്ടികളെ, അമ്മ എന്നെ സഹായിക്കുവോ, അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവോ എന്ന് എൻ്റെ മക്കൾ തന്നെയാണ് എന്നോട് ചോദിക്കണം കേട്ടോ. ഒരു പെറ്റൊരു അമ്മയ്ക്ക് മക്കൾ കേഴുമ്പോൾ കരയുന്ന കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കണം ഒരു അമ്മയായി മാറും ഞാൻ. അപ്പൊ ആ കുട്ടികൾ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞേ എനിക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? അപ്പൊ ആ ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് വേണമെന്ന്, ഈശ്വരനിൽ നല്ല വിശ്വാസം വേണം, ഭഗവാനിൽ വിശ്വാസം വേണം, നമ്മൾ എഴുതുന്ന ഏഞ്ചൽ നമ്പറിൽ വിശ്വാസം വേണം. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, പ്രപഞ്ചനാഥനോടാണ് നമ്മൾ അപേക്ഷിക്കുന്നത്, പ്രപഞ്ചനാഥനോട്. അപ്പോൾ നമ്മളെ എന്ത് വേണമെന്ന് എന്തും ഒരു പോസിറ്റീവായി കണ്ടിട്ട് നമ്മളൊരു വിശ്വാസമുള്ളവരായി മാറണം. എന്തും നെഗറ്റീവ് പറയാതെ എന്തും പോസിറ്റീവ് ആയി കാണുക. നമ്മളെ ജീവിതം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മളെ മനസ്സിലിരിപ്പ് എന്താണോ, നമ്മളെ മനസ്സ് എന്താണോ അതായി തീരുന്നുണ്ട് നമ്മൾ കേട്ടോ. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടല്ലേ. പലരും പല വിധത്തിൽ നിങ്ങൾ ജീവിച്ച് കാണുന്നില്ലേ, അതൊക്കെ അവരുടെ മനസ്സിന്റെ തന്നെയാണ്. നിങ്ങൾ കോടീശ്വരന്മാരെ കാണുന്നുണ്ട്, എന്തിൽ കോടീശ്വരൻ എന്നാണ്. ചിലവർ പണത്തിൽ കോടീശ്വരൻ, ചിലവർ സന്തോഷത്തിൽ കോടീശ്വരൻ. അപ്പോൾ കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല. ചിലവർ കണ്ടിട്ടുണ്ട് ഒരു കുടിലിൽ കഴിയാച്ചാലും അവർ സന്തോഷമായിട്ട് കഴിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലവർ കൊട്ടാരത്തിലാണെങ്കിൽ തീരാ ദുഃഖത്തിലാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ മനസ്സിൻ്റെയാണ്. അപ്പോൾ നമ്മൾ എന്തുണ്ടോ, മനസ്സുകൊണ്ട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമായി മാറും നമ്മുടെ. അപ്പോൾ നമ്മൾ മനസ്സിൽ എപ്പോഴും സന്തോഷമായിട്ട് വിചാരിക്കുക. അപ്പോൾ ഞാൻ നീട്ടി വലിക്കണില്ല, കാരണം ആർക്കും ഒരുപാട് നീട്ടി വലിക്കുന്നത് ഇഷ്ടമല്ല അന്നത്തെ കാലം. സമയമില്ല, വേറൊന്നല്ല, യൂട്യൂബ് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവുകയാണ് കുട്ടികളെ. എന്നിട്ട് എന്നോട് ചോദിക്കുന്നു, ഞാൻ പറയുന്നുണ്ട് കേട്ടോ ഏഞ്ചൽ നമ്പറൊക്കെ. ഇപ്പോൾ എന്നാളൊരു ദിവസം ഞാൻ പറയുന്നുണ്ട്, എഴുതി കാണിച്ചിട്ടില്ല എന്ന് മാത്രം. കാരണം എഡിറ്റ് ചെയ്ത സമയത്ത് അത് ഡിലീറ്റ് ചെയ്ത് പോയതാണ് മക്കളെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സോറി ചോദിക്കണം. ആദ്യം തന്നെ പറയാം, എഴുതാം എന്നൊക്കെ ഞാൻ പറഞ്ഞു, പക്ഷേ ഡിലീറ്റ് ആയി പോയതാണ് കേട്ടോ. ആ ഭാഗം എന്തോ അറിയില്ല, എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ വീഡിയോ വന്നപ്പോൾ അത് ഡിലീറ്റ് ആയി പോയിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സോറി ചോദിക്കുന്നു. പലരും എന്താ പറയുക, നമുക്ക് കേൾക്കാൻ പാടില്ലാത്ത ഭാഷകളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു സമൂഹത്തിൽ അങ്ങനെ ഒരു ഇല്ലാത്ത പറയുന്ന ഒരാളൊന്നല്ല. പാപല്ലേ ഇല്ലാത്തത് പറഞ്ഞാൽ നിന്ന് ചോദിക്കുന്നു. ഈ ഏഞ്ചൽ നമ്പറിനെ കുറിച്ചിട്ട് ഒന്നും അറിയാഞ്ഞിട്ടാണ്. ഇത് എഴുതി ഒരുപാട് കാര്യം നേടിയിട്ടുള്ള ഒരുപാട് പ്രഗത്ഭരായ മനുഷ്യരെ പറ്റി നമുക്കറിയാം. അറിയാത്തവരും ഉണ്ട്. ഇങ്ങനെ ഒരു കാര്യം ഇല്ല എന്ന് വിശ്വസിക്കുകയാണ് ചിലർ. ഏഞ്ചൽ നമ്പർ ഇല്ല, കഴിഞ്ഞില്ലേ, കാര്യം കഴിഞ്ഞു. പറയണത് ബാക്കിയുള്ളവർ പറയുന്നത് മുഴുവൻ നോണ. ഇത് പാപല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഒരു പാപമല്ല, നമ്മൾ ഏഞ്ചൽ നമ്പർ ഉണ്ട്. ഭൂമിയിൽ എന്തൊക്കെ നടക്കണു മക്കളെ, എല്ലാം സത്യം തന്നെയാണ് അല്ലേ. അപ്പൊ നമ്മളൊരു ഉറക്കം, അതൊരു സത്യമാണ്. നമ്മള് മരണം, അതൊരു സത്യമാണ്. അതേപോലെ എല്ലാം സത്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഏഞ്ചൽ നമ്പർ സത്യമാണ്. അപ്പൊ ഈ ഏഞ്ചൽ നമ്പർ ഉപയോഗിച്ചിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാന്ന് ഞാൻ പറയാം. ആദ്യം നമ്മളൊരു വൈറ്റ് പേപ്പർ എടുക്കുക. നമുക്ക് എന്താ വെച്ചാൽ വയനയില, ആലില ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇലകളിൽ പച്ചമഷി കൊണ്ട് എഴുതുമ്പോൾ കൂടുതൽ നമുക്ക് കാര്യം നടന്നു കിട്ടും. കാരണം കൂടുതൽ പോസിറ്റീവ് ഇലകൾക്ക്. ഈ ആലില എടുക്കുമ്പോൾ നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ എടുക്കരുത്, പകലെടുക്കണം. പക്ഷെ നമ്മളെ കാര്യം എഴുതാൻ മാത്രം ആലില അത്ര വലുപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വൈറ്റ് പേപ്പർ എടുക്കാൻ പറയുന്നത്. വയനയില പറഞ്ഞിട്ടൊരു ഇല ഉണ്ട്, അത് നമ്മളെ തൊടികളിൽ കിട്ടുന്ന എടനയില, വയനയില പറഞ്ഞ ഇത്തിരി വലിയ ലീഫാണത്. അത് എടുക്കുക വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ നല്ലതാണ്. ഇനി അതൊന്നും എടുക്കാൻ പറ്റാത്തവരെ നല്ലൊരു പേപ്പർ, വെള്ള പേപ്പർ എടുക്കുക. അതിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ ആദ്യം എഴുതേണ്ട എന്താണെന്നറിയോ? നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം. ജോലി കിട്ടാനുള്ളവർക്കാണെങ്കിൽ, എനിക്കൊരു ജോലി കിട്ടിയല്ലോ ഭഗവാനെ,
പ്രപഞ്ചശക്തിക്ക് ഒരുപാട് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് 3 പ്രാവശ്യം എഴുതുക. എന്താ എനിക്കൊരു ജോലി കിട്ടി, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്. ആദ്യത്തെ വരിയിൽ ജോലി കിട്ടി, രണ്ടാമത്തെ വരിയിൽ യൂണിവേഴ്സിനോട് നമ്മൾ 3 പ്രാവശ്യം താങ്ക് യു എഴുതി വെക്കുക. പിന്നെ മൂന്നാമത്തെ വരി നമ്മൾ എഴുതേണ്ടതാണ് 1176. 1176. ഇനി ശ്രദ്ധിച്ചോളൂ, 1176 മൂന്നാമത്തെ വരിയിൽ അങ്ങനെ എഴുതുക. എന്നിട്ട് നമ്മൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? മനസ്സിനോട് ചേർത്ത് പറയുക, എൻ്റെ ആഗ്രഹം നടന്നല്ലോ എന്ന് തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ കിടക്കില്ലേ, രാത്രി കിടക്കുമ്പോൾ തലയിണ വെക്കില്ലേ, ആ തലയിണയുടെ അടിയിൽ വെക്കുക ഈ എഴുതിയ പേപ്പർ. ലീഫ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് സൗകര്യത്തിന് എടുക്കാനാണ് ഞാൻ 3 ഓപ്ഷൻ പറഞ്ഞത്. പേപ്പർ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. വാലില, വയനയില ഇതൊക്കെയാണ്. കിട്ടാത്തവര് വൈറ്റ് പേപ്പർ എടുക്കുക. നമ്മൾ എഴുതുമ്പോൾ വേറൊരു മഷി നമുക്ക് കാര്യം അത്ര പെട്ടെന്ന് സാധിപ്പിച്ചു തരില്ല. പച്ച കളറുള്ള മഷിയാണെങ്കിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും. പോസിറ്റീവാണ് പച്ചയ്ക്ക് കേട്ടോ. അപ്പൊ നിങ്ങൾ പച്ച മഷിയിൽ തന്നെ അത് എഴുതാൻ ശ്രമിക്കുക. എങ്കിലും നമ്മൾ ഈ തലയണയുടെ അടിയിൽ വെച്ചിട്ട് അങ്ങനെ മിണ്ടാതിരിക്കരുത്. കാര്യം നടക്കുന്നത് വരെ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ ഈ പേപ്പറിൽ എടുത്ത് വായിക്കണം നമ്മളുടെ ആഗ്രഹം. മക്കളില്ലാത്തവരാണെങ്കിൽ എനിക്കൊരു മകൻ ജനിച്ചു, അല്ലെങ്കിൽ എനിക്കൊരു മകള് ജനിച്ചു, അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്നു, അങ്ങനെ നിങ്ങൾ മനസ്സിൽ 100% ഉറപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മക്കൾ ജനിക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ ജോലിയുടെ കാര്യമാണെങ്കിൽ എനിക്ക് ജോലി കിട്ടി, സന്തോഷം, താങ്ക് യു യൂണിവേഴ്സ് എന്ന് 3 പ്രാവശ്യം യൂണിവേഴ്സിനെ നമ്മൾ നന്ദി നമ്മൾ പ്രകടിപ്പിക്കുക. അത് നമുക്ക് എന്തൊരു കാര്യം ചെയ്യുമ്പോൾ നന്ദി പ്രകടിപ്പിക്കുന്നത് ഒരുപാട് നല്ലതാണ് കേട്ടോ. ചിലവരില്ലേ, എന്ത് കുട്ടികളാണെങ്കിലും നമ്മളൊരു കുട്ടികൾക്ക് ഒരു മിഠായി കൊടുത്താൽ ആ രക്ഷിതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ കുട്ടികളെ താങ്ക് യു എന്ന് പറയാൻ, കണ്ടിട്ടില്ലേ? അപ്പൊ താങ്ക് യു എന്ന് പറയുമ്പോൾ ആ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം. ഒന്നും മിണ്ടാതെ അപരിചിതരെ പോലെ കടന്നു പോണ ചെറിയ കുട്ടികളെ നമ്മൾ കണ്ടിട്ട് കുഞ്ഞു കുട്ടികളാണ്, നമ്മൾ അവരോട് നമുക്ക് പിഴവൊന്നുമില്ല. പക്ഷെ പ്രപഞ്ചനാഥനോട് നമ്മൾ നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചനാഥൻ നമുക്ക് സാധിപ്പിച്ചു തരാത്തതായിട്ട് ഒന്നുമില്ല. നിങ്ങൾ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് ജോലി കിട്ടി, ഏത് ജോലിയിലാണോ നിങ്ങൾ കയറേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അതുപോലെ മക്കളോട് സന്താനത്തോടു കൂടി ജീവിക്കാൻ, സന്താന ലബ്ധിക്കായിട്ട് നിങ്ങൾ ഇത് എഴുതി തലയണയുടെ അടിയിൽ വെക്കുക. ഡെയിലി നിങ്ങൾ നോക്കുക. ഡെയിലി നിങ്ങളിത് നോക്കി നടന്നതായിട്ട് തന്നെ അഫർമേഷൻ ചെയ്യുക. നിങ്ങൾക്ക് നടന്നു കിട്ടിയല്ലോ ഭഗവാനെ, എനിക്കിങ്ങനെ കാര്യങ്ങൾ നടന്നു കിട്ടിയല്ലോ എന്ന് തന്നെ നിങ്ങൾ ഒരു 3 പ്രാവശ്യം പറഞ്ഞ് നന്ദി പ്രകടിപ്പിച്ച് വീണ്ടും അത് തലയണയുടെ അടിയിൽ തന്നെ വെക്കുക. അങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം നടക്കും. ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പേപ്പർ നിങ്ങൾക്ക് കത്തിച്ച് കളയാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് കൂടെ ഒഴുകണ ജലം ഉണ്ടെങ്കിൽ അതിൽ ഒഴുക്കി കളയാം. ഇതിലത്തെ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ മനസ്സിൽ ഉറപ്പിക്കണം. ഞാൻ എന്താണെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. അത് തന്നെ നിങ്ങൾക്ക് പ്രകൃതി നിങ്ങളെ അതിലേക്ക് എത്തിക്കാതെ ഇരിക്കില്ല. ഇന്ന് എത്ര ആളുകൾ അങ്ങനെ എത്തിയിട്ടുണ്ട്. 1, 9, 100, 1000, കോടികൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യങ്ങൾ, എഴുതിയിട്ട് കാര്യങ്ങൾ നടത്തിയവർ ഒരുപാടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് എല്ലാവരും ചെയ്തു നോക്കണം. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.